Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Sound disturbance എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണോ കേട്ടോ. Okay, ma'am. Prayer start ചെയ്തോ? Prayer ഞാനാണ് ma'am. Dear God, for the gift of this day, fill our hearts with love, our minds with wisdom, and our words with kindness. Help us to respect, learn, and grow. Amen. Sign in. Good morning, ma'am. Good morning, all of you. I am Asina. It's my privilege to deliver the sign today's class. I hope today is a wonderful day to everyone. And today, our class is start with a wonderful prayer by Rachel. And I am very pleasure to welcome our Miss Abarna, ma'am, for handling today's class. And also, I glad to welcome, ma'am. My enthusiastic and energetic teammates to our class, and I hope you guys are being active and energetic in today's. I also thought invite Cincy for today's thought. Then thank you all of you. Thank you, ma'am. Good morning. My name is Cincy. Today's thought: a good education can change anyone. A good teacher can change everything. നല്ല വിദ്യാഭ്യാസത്തിന് ആരെയും മാറ്റാൻ കഴിയും. ഒരു നല്ല അധ്യാപകന് എല്ലാം മാറ്റാൻ കഴിയും. താങ്ക് യു. ഓക്കെ കേട്ടോ. അപ്പോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഏത് ടോപ്പിക്കാണ് എടുത്തിരുന്നത്? ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് യൂണിറ്റ് 1 രണ്ടാമത്തെ സെക്ഷനിലെ ഷെയർ ചെയ്യാം. അതില് നമ്മൾ എവിടെ വരെ പറഞ്ഞു? ഡിഫറൻസ് വരെയാണോ അല്ലെ പ്രിൻസിപ്പിൾസ് കഴിഞ്ഞോ? ഡിഫറൻസ് പറഞ്ഞോ? ഞാൻ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് ഫ്രണ്ടില് ടോപ്പിക് പറഞ്ഞിട്ടുണ്ടോ? പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രിൻസിപ്പിൾസ് പറഞ്ഞു. ഇനി മുതൽ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട്സ് ചൈൽഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണോ? ഓക്കെ കേട്ടോ. എഴുതിയിടാറുണ്ട്, പക്ഷെ എഡിറ്റ് ചെയ്യണം. അപ്പോ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് നമ്മുടെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും അഫക്ട് ചെയ്യുന്നത്? മെയിൻലി 2 ഫാക്ടേഴ്സ് ആണ് ഇവിടെ പറയുന്നത്. ഒന്ന് ഹെറിഡിറ്ററി ആൻഡ് ജനറ്റിക് ഫാക്ടർ ആണ്. എന്താണ് ഹെറിഡിറ്ററി ആൻഡ് ജനറ്റിക് ഫാക്ടർ ആണ് ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. ദെൻ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്. മെയിൻ ആയിട്ട് 2 ഫാക്ടേഴ്സ് ആണ് ഒരു കുട്ടിയുടെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് പറഞ്ഞിരുന്നോ? ഞാൻ എഴുതിയിട്ടില്ലല്ലോ, അതുകൊണ്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഡിഫറൻസ് പറഞ്ഞിട്ട് ആ ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് ഞാൻ എഴുതിക്കുള്ളൂ. കാരണം ഞാൻ ഡിഫറൻസ് പറഞ്ഞിട്ട് ഫസ്റ്റ് പാരഗ്രാഫ് ആദ്യം ഡിഫറൻസ് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് കൊടുത്തേക്കുന്ന പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫിലേക്ക് തന്നെ വരാം. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ് നമ്മുടെ പേര്. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് എന്നാണ്. നമ്മൾ ആ ഡിഫറൻസ് പറഞ്ഞപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രോത്ത് എന്താണ്, ഡെവലപ്മെന്റ് എന്താണ്? സാധാരണ എല്ലാവർക്കും ഗ്രോത്തും ഡെവലപ്മെന്റും സെയിം ആണ് എന്നാണ് അസ്യൂം ചെയ്യാറ്. പക്ഷെ ഗ്രോത്തും ഡെവലപ്മെന്റും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു
മെച്യൂരിറ്റി എത്തിക്കഴിയുമ്പോൾ സ്റ്റോപ്പ് ആവും, അല്ലെങ്കിൽ നമ്മൾ സീസ് ചെയ്യാണ്. പക്ഷെ ഡെവലപ്മെന്റ് ത്രൂ ഔട്ട് ദ ലൈഫ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രോത്ത് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാനായിട്ട് പറ്റും. നമ്പേഴ്സിലോ വെയിറ്റോ കെജി ഒക്കെ യൂണിറ്റ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാനായിട്ട് പറ്റും. ശ്രുതി മ്യൂട്ടാവോടാ? ഓക്കെ, നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഡെവലപ്മെന്റ് അങ്ങനെ മെഷർ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് ക്വാളിറ്റേറ്റീവ് ആണ്, നമുക്കത് ക്വാളിറ്റിയാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ചേഞ്ചസ് ഇൻ എന്താണ് ബിഹേവിയർ ആവാം, പ്രോഗ്രസീവ് നേച്ചർ ആണ്, ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് ആണ്, നമുക്ക് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഒരു വ്യക്തിയുടെ ത്രൂ ഔട്ട് ലൈഫിൽ എന്ത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. സോ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പോർഷൻ ആണ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇസ് എ ലൈഫ് ലോങ് പ്രോസസ്. ഒരു വ്യക്തിയുടെ ഡെവലപ്മെന്റ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് എന്ത്, ഹ്യൂമൻ ഡെവലപ്മെന്റ്. ഓക്കെ, which is connected with physical, behavioral, cognitive and emotional growth and changes. അപ്പൊ ഇത് എന്തൊക്കെയായിട്ട് കണക്റ്റഡ് ആണ്? ഒരു വ്യക്തിയുടെ ഫിസിക്കൽ, ബിഹേവിയർ, ഇമോഷണൽ, കൊഗ്നിറ്റീവ്, എന്താ പറയാ, ഇന്റലക്ച്വൽ ആയിട്ടൊക്കെ ഉള്ള ഗ്രോത്തിനെയും ചേഞ്ചസിനെയും ആയിട്ട് എന്തുണ്ട്, ഹ്യൂമൻ ഡെവലപ്മെന്റ് കണക്റ്റഡ് ആണ്. In the early stages of life, from babyhood to childhood to adolescent and adolescent to adulthood, numerous changes take place. നമുക്കറിയാം ഈ ഓരോ ഏജിൽ ഒരു കുട്ടി ബേബി ആയിരിക്കുന്ന സമയം മുതൽ ചൈൽഡ് ആകുന്നു, അത് അഡോളസന്റ് ഏജിലേക്ക് കടക്കുന്നു, അത് കഴിഞ്ഞ് അഡൾട്ട് ആകുന്നു. ഈ ടൈംസിലൊക്കെ ഓരോ വ്യക്തിയുടെ ലൈഫിലും ഒരുപാട് എന്ത് നടക്കുന്നുണ്ട്, മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, ചേഞ്ചസ് ഒക്യൂർ ചെയ്യുന്നുണ്ട്. All through the process, each person develop an attitude and value that guide the choice, relationship and understanding. ഇതിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്? അത് ഓരോരുത്തരുടെ ചോയ്സ് ആണ്, സെലക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അവരുടെ റിലേഷൻഷിപ്പുകൾ, അവർ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, ഇതിന്റെയൊക്കെ ബേസിലാണ് ഒരു വ്യക്തിയിൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. ജസ്റ്റ് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്, നമ്മുടെ സെൽസിന്റെ മൾട്ടിപ്ലിക്കേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രോത്ത് എന്ന് പറയുന്നത്. Okay, the term is growth, proportion to the dimensional argumentation, cellular multiplication or quantitative changes in size, weight and numbers. നമ്മൾ സൈസ്, അതുപോലെ വെയിറ്റ്, നമ്പേഴ്സിൽ വരുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിംപ്ലി ഗ്രോത്ത് എന്ന് പറയുന്നത്. Human growth is based on biological events which cause growth physically that naturally happens in course during the early stages of life. എത്ര വയസ്സ് വരെയാണ് സാധാരണയായിട്ട് ഒരു കുട്ടി ഗ്രോ ചെയ്യുന്നത്? ഒരു 80-90 ഇയേഴ്സ് വരെയൊക്കെയാണ് ഗ്രോത്ത് അറ്റൈൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. പിന്നീട് നമുക്ക് മേ ബി ഹൈറ്റ് ഒന്നും വീണ്ടും കൂടുന്നൊന്നുമില്ല. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ വെയിറ്റിൽ വരുന്ന മാറ്റം എന്ന് പറഞ്ഞാല് എന്താ പറയാ, മേ ബി നമ്മുടെ ഫുഡ് ഹാബിറ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അസുഖങ്ങൾ മൂലമായിരിക്കും നമുക്ക് വെയിറ്റ് ഗെയിൻ വരുന്നത്. അപ്പൊ ഗ്രോത്ത് ഒരു ബയോളജിക്കൽ ഇവന്റ് ആണ്, അത് ഏർലി സ്റ്റേജസ് ഓഫ് ലൈഫിലാണ് അത് എന്ത് ചെയ്യുന്നത്, ഒക്യൂർ ചെയ്യുന്നത്. അഡോളസന്റ് ഏജ് വരെയാണ്, ലാസ്റ്റ് അഡോളസന്റ് ഏജ് വരെ ആയിരിക്കും ഈ ഗ്രോത്ത് സംഭവിക്കുന്നത്. Then development nevertheless it is product of psychological and social growth. ഡെവലപ്മെന്റ് അങ്ങനെയല്ല. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ സൈക്കോളജിക്കൽ ആസ് വെൽ ആസ് സോഷ്യൽ ഗ്രോത്തിന്റെ ഒരു റിസൾട്ട് ആണ്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ആണ് എന്ത് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല്. ട്രസ്റ്റ് ബൈ ദ എൻവയോൺമെന്റ് ആൻഡ് ഇൻഡിവിജ്വൽ ബിഹേവിയർ ഫാക്ടേഴ്സ് sometimes more easily to refers to its as maturity. സാധാരണ രീതിയിൽ പറയുകയാണെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്ത് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, മെച്യൂരിറ്റി എന്നും കൂടി പറയാം. അപ്പൊ ഡെവലപ്മെന്റിന്റെ മറ്റൊരു നെയിമും കൂടി നമുക്ക് കിട്ടി. എന്താണ് ഡെവലപ്മെന്റിന്റെ മറ്റൊരു നെയിം? എന്താണ്? Maturity. ഓക്കെ, മാർക്ക് ചെയ്തിട്ടേ കേട്ടോ. While both of the natural process are greatly different. നമുക്ക് നാച്ചുറൽ പ്രോസസ് എങ്ങനെയാണ്, greatly different ആണ്. ഒരു ഗ്രോത്തും ഡെവലപ്മെന്റും എന്താ പറയാ, എന്തെങ്കിലും ഡിഫറെന്റ് ആണ് പറയാം. കാരണം നമ്മൾ ചില കുട്ടികളെ കാണുമ്പോൾ നമ്മൾ പറയും അവന് കൂടുതൽ മെച്യൂരിറ്റി ഉണ്ട്, അവന് ഏജിനേക്കാൾ കൂടുതൽ മെച്യൂരിറ്റി ഉണ്ട് എന്ന് നമ്മൾ പറയും ഇല്ലേ? കാണുമ്പോൾ നമുക്ക് പെരുമാറ്റം, അവന്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ പറയും അവന് പ്രായത്തേക്കാൾ കൂടുതൽ മെച്യൂരിറ്റി ഉണ്ട്. ചിലപ്പോ എന്താ പറയാ, അവൻ ഇത്ര ഏജ് ആയിട്ട് പോലും അവന് മെച്യൂരിറ്റി ഇല്ല, ഇപ്പോഴും കുട്ടികളെ മാറിയിട്ടില്ല, അങ്ങനെയും പറയാറുണ്ട്. പക്ഷെ ഡെവലപ്പ് എന്താ പറയാ, ഗ്രോ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഡെവലപ്മെന്റ് അക്യൂർ ചെയ്തിട്ടില്ല. ഈ ഒരു കേസിൽ, നേരത്തെ കേസിൽ അവന് ഗ്രോ ചെയ്യുന്നതിന് മുമ്പ്
ഡെവലപ്മെന്റ് ഓൾറെഡി അക്യൂർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗ്രോത്തും ഡെവലപ്മെന്റും ആർ ക്ലോസ്ലി റിലേറ്റഡ് സ്റ്റെപ്സ് ആണ് ഇൻ പ്രൊഡ്യൂസിങ് ഹെൽത്തി അഡൽട്ട്. അപ്പൊ നല്ല രീതിയിൽ ഗ്രോത്തും ഡെവലപ്മെന്റും സംഭവിച്ചാൽ മാത്രമേ നല്ലൊരു അഡൽട്ടിനെ, ഹെൽത്തി അഡൽട്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വാർത്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, നമ്മളുടെ എഡ്യൂക്കേഷൻ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ക്രോ ആൻഡ് ക്രോ പറഞ്ഞിട്ടുള്ള ഡെഫിനേഷൻസ്, റിമാർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. ക്രോ ആൻഡ് ക്രോ റിമാർക്ക് ദ ഗ്രോത്ത് റെഫേഴ്സ് ടു സ്ട്രക്ചറൽ. ഗ്രോത്ത് എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ആണ്, സ്ട്രക്ചറൽ ആൻഡ് ഫിസിയോളജിക്കൽ ആണ്, ചേഞ്ചസിനെയാണ്. വൈൽ ഡെവലപ്മെന്റ് റെഫേഴ്സ് ടു ഗ്രോത്ത് ആസ് വെൽ ആസ് ദ ചേഞ്ചസ് ഇൻ ദ ബിഹേവിയർ. അപ്പൊ ഗ്രോത്ത് എന്ന് പറയുന്നത് സ്ട്രക്ചറിൽ വരുന്ന മാറ്റങ്ങളാണ്, വെയിറ്റ്, ഹൈറ്റ്, ഫിസിയോളജിക്കൽ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്യാരക്ടറിലൊക്കെ വരുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ. എന്താ പറയുന്നത്, ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഗ്രോത്തും ആസ് വെൽ ആസ്, ഗ്രോത്തും അതിന്റെ പാർട്ടാണ്. ചേഞ്ചസ് ഇൻ ദ ബിഹേവിയർ, ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ വരുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളൊക്കെ നമ്മൾ സ്വന്തം വീട്ടിലായിരുന്ന സമയത്ത് നമ്മൾ ഭയങ്കര കുട്ടികളെയും അതേപോലെ എന്താ പറയാ, എപ്പോഴും തർക്കുത്തരം പറയും, കറക്റ്റ് ആയിട്ട് കാര്യങ്ങളൊന്നും ചെയ്യില്ല. അങ്ങനെ എന്താ പറയാ, ആ ഒരു ടീനേജിൽ കഴിഞ്ഞ ഓരോ വ്യക്തികളായിരിക്കും നിങ്ങൾ. അത് കഴിഞ്ഞ് നമ്മൾ ഫാമിലി റെസ്പോൺസിബിലിറ്റി, മാരേജ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു വ്യക്തി കാണുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് മെച്ചുവേർഡ് ആയതുപോലെ ഫീൽ ചെയ്യും. നമ്മളോട് പറയും, പണ്ടത്തെ കുട്ടികളെയൊക്കെ മാറി അത്യാവശ്യം നല്ല മെച്ചുവേർഡ് ആയിട്ടുണ്ടല്ലോ എന്ന് നമ്മളോട് തന്നെ ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമുക്ക് മനസ്സിലാവും, ഓ നമ്മൾക്ക് ഡെവലപ്മെന്റ് സംഭവിച്ചിട്ടുണ്ട്. നമ്മളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കാം, നമ്മുടെ ഗ്രോത്ത് ഒരു സ്റ്റേജിൽ സ്റ്റോപ്പ് ആയിട്ടുണ്ട്, നമുക്ക് എന്തൊക്കെ ഡെവലപ്മെന്റ് ആണ്, ആ ഗ്രോത്ത് കഴിഞ്ഞിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഡെവലപ്മെന്റ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. മുമ്പ് ഞാൻ ഭയങ്കരമായിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യുമായിരുന്നു, ചൂടാവുമായിരുന്നു. പെട്ടെന്ന് വെച്ചാല് നമ്മൾ ഒന്ന് പറഞ്ഞ് തർക്കിച്ച് നേടിയെടുക്കണം, അങ്ങനെയൊക്കെ ഭയങ്കര നിർബന്ധമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു കാര്യമില്ല. മേ ബി മോണ്ടിസോറിയൊക്കെ വന്നതുകൊണ്ടായിരിക്കാം എനിക്കിപ്പോ തർക്കിക്കാൻ വലിയ ഇഷ്ടമൊന്നുമല്ല. എന്ന് വെച്ചാല് വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ ഓക്കെ എനിക്ക് സ്ഥാപിക്കേണ്ടത് കറക്റ്റ് ആണെന്നുള്ളത് എന്ത് ചെയ്യുന്ന, എനിക്ക് വാശി പിടിച്ച് സ്ഥാപിക്കേണ്ട കാര്യമില്ല എന്നുള്ള ചിന്തയിലേക്ക് ഞാൻ വന്നു. പണ്ട് ഞാൻ വിട്ടുകൊടുക്കൂലായിരുന്നു. എന്താ പറയാ, ഒരു ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന സമയത്ത് എന്നോട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് തർക്കിച്ച് അത് നേടിയെടുക്കാം ഭയങ്കര വാശിയായിരുന്നു. പക്ഷെ ഇപ്പൊ ആ ഒരു പ്രശ്നമില്ല. കാരണം മേ ബി നമ്മൾ ഓരോ സ്റ്റേജസിലൂടെയും കടന്നു പോകുമ്പോൾ അതാണ് വരുന്ന മാറ്റങ്ങളാണ്. ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ആവാണ്. ഇപ്പൊ നമ്മുടെ ഹൈറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ചപ്പൽസിന്റെ സൈസ് നോക്കുകയാണെങ്കിൽ അതൊക്കെ എന്താണ്, ഫിക്സഡ് ആണ്. മേ ബി ഷൂ വാങ്ങിക്കുമ്പോൾ ചപ്പൽസിന്റെ സൈസ് മേ ബി കമ്പനീസ് അനുസരിച്ച് മാറും. ഷൂ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പഴയ നമ്മള് എത്രയാണ്, ഒരു 18 ഇയേഴ്സിലുള്ള അതേ സൈസ് ആയിരിക്കും ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെന്താണ്, പക്ഷെ ഡെവലപ്മെന്റ് സംഭവിച്ചിട്ടുണ്ടാവും. മേ ബി നിങ്ങളുടെ ക്യാരക്ടർ മാറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ മാറിയിട്ടുണ്ടാവും. ഒത്തിരി വ്യത്യാസങ്ങൾ നിങ്ങൾക്കുണ്ടാവും. നമുക്ക് തന്നെ ഒബ്സർവ് ചെയ്യാം നമ്മളിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് എന്ന്. ഇൻ ദ വേർഡ്സ് ഹെർലോക്ക്, the term development refers to progressive series of changes happen in orderly and predictable pattern as the result of maturation and experience. ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രസീവ് സീരീസ് ഓഫ് ചേഞ്ചസ് ആണ്. ഒരു വ്യക്തിയുടെ ലൈഫിൽ വരുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അത് ഓർഡർലി ഓർ പ്രെഡിക്റ്റബിൾ ആവണമെന്നില്ല, പാറ്റേൺ ആവാം അല്ലെങ്കിൽ ആവാം. നമ്മുടെ മെച്യൂരിറ്റൈസേഷനും എക്സ്പീരിയൻസിലൂടെയുമാണ് നമുക്ക് ഡെവലപ്മെന്റ് അക്യൂർ ചെയ്യുന്നത്. നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങള്, അതേപോലെ നമ്മുടെ മെച്യൂരിറ്റി, ഇതൊക്കെയാണ് നമുക്ക് ഡെവലപ്മെന്റിന്റെ മെയിൻ ആയിട്ടുള്ള എന്താ പറയാ അടിസ്ഥാനം എന്ന് പറയുന്നത്. മെച്യൂരിറ്റിയും അതേപോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസും, നമ്മൾ കടന്നു വന്നിരിക്കുന്ന സാഹചര്യങ്ങളും നമ്മുടെ മെച്യൂരിറ്റിയുമാണ് നമ്മൾ ഡെവലപ്ഡ് ആവണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയോ? ആരെങ്കിലും ഒരാളൊന്ന് റീഡ് ചെയ്താൽ മതി. നമ്മൾ ഓൾറെഡി എടുത്തതാണ്. ജസ്റ്റ് ആ ഒരു ഗ്രോത്ത് എന്താണ്, ഡെവലപ്മെന്റ് എന്താണെന്ന് റീഡ് ചെയ്യോ? ആതിര, ഓക്കേടാ. Growth and difference between growth and development. Growth is quantitative process. Development is a qualitative process. And growth is not continuous process. Development is a continuous process. Growth it stop at the time of acquire maturity. Development it does not end when the maturity is attained. Growth changes in specific aspects of the body in a narrow concept. Development overall changes. Growth may or may not be bring development is possible without growth. Changes generated by growth are visible and can be measured.
Development. Changes generated by development are not visible, cannot be measured. Growth. Growth is structural and development is functional. ഓക്കെ, നമ്മളത് ഓൾറെഡി എടുത്തതാണ്, അതുകൊണ്ടാണ് ജസ്റ്റ് റീഡ് ചെയ്ത് വിട്ടേട്ടാ. ഇനി നമ്മൾ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മാം സൗണ്ട് ഇല്ലല്ലോ, കേൾക്ക്. ഓക്കെ, ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെയാണ്. Yes, ma'am. ഓക്കെ, ഞാൻ ഇരിക്കുന്ന ക്ലാസ് റൂം സിസ്റ്റത്തിന് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്, അതുകൊണ്ട് സൗണ്ടിന്റെ പ്രശ്നം വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, വേറെ എന്തൊക്കെയോ സൗണ്ടുകളും വരുന്നുണ്ട് മാം. ഡിസ്റ്റർബൻസ് ഡിസ്റ്റർബൻസ് ഉണ്ടോ? മാമിന്റെ ഇതിൽ നിന്നാണ് തോന്നുന്നു സൗണ്ട്, വേറെ സൗണ്ടുകളും എടുക്കും. ഓക്കെ ട്ടാ, അപ്പോ നമ്മള് ഇനി നോക്കാൻ പോകുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. കുറച്ച് ടാസ്ക് ആണ്, അതിന്റെ കറക്റ്റ് ആയിട്ട് പ്രിൻസിപ്പിൾസിലെ കൺഫ്യൂഷൻ വരുന്ന രീതിയിലാണ് ഈ പ്രിൻസിപ്പിൾസ് ഓരോന്നും പറഞ്ഞിരിക്കുന്നത്. ഒരാള് ഓരോ പോയിന്റ് വായിക്കുക കേട്ടാ. ആരാ വായിക്കുന്നേ? പ്രിൻസിപ്പിൾ ഓഫ് ഡെവലപ്മെന്റ് ഒരു പോയിന്റ് വായിച്ചിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. Principles of development. Development helps us to provide age-appropriate tasks to children. ഓക്കെ, ഡെവലപ്മെന്റ് കൈവരിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ, കൂടുതലായിട്ട് സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാസ്കുകൾ നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികളെ കൊണ്ട് ചെയ്യിക്കണം. നമുക്ക് അവർക്ക് അവരുടേതായ ഏജിനനുസരിച്ച് അവർക്ക് സ്വയമേ ചെയ്യാൻ പറ്റുന്ന ടാസ്കുകൾ ഉണ്ടാവും. നമ്മൾ അത് അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കണം. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കാതെ കുട്ടികളെ കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് അവരെ കൊണ്ട് പറ്റുന്ന ആക്ടിവിറ്റീസ് ചെയ്യിക്കാം. ജസ്റ്റ് ടൈം ടേബിൾ എടുത്തു വെക്കാം, ഫുഡ് ബാഗിലേക്ക് എടുത്തു വെക്കാം, അല്ലെങ്കിൽ അവർ കഴിച്ച ഭക്ഷണം പ്ലേറ്റ് കൊണ്ടുവന്ന് കിച്ചണിൽ വെക്കാം, അവർ കുടിച്ച ഗ്ലാസ് ഒന്ന് കൊണ്ടുവന്ന് വെക്കാം. അത് ചെറിയ കുട്ടികൾക്ക്. അത് കഴിഞ്ഞ് കുറച്ചും കൂടി വലുതായി കഴിയുമ്പോൾ അതൊന്ന് വാഷ് ചെയ്ത് വെക്കാം. ഇതൊക്കെ നമ്മൾ ഓരോ ഏജിനനുസരിച്ച് അവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാസ്കുകൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണം. നെക്സ്റ്റ് പോയിന്റ്. Development helps us to know what to expect of a child and when to expect it. ഓക്കെ, ഡെവലപ്മെന്റ് ഹെൽപ്സ് ആസ് ടു നോ വാട്ട് എക്സ്പെക്ട് ഓഫ് ചൈൽഡ്. നമ്മൾ എന്ത് കുട്ടികളുടെ കയ്യിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യണം, എന്താണ് പ്രതീക്ഷിക്കേണ്ടത്, എപ്പോ പ്രതീക്ഷിക്കണം, അത് എപ്പോഴാണ് പ്രതീക്ഷിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ഡെവലപ്മെന്റ് മനസ്സിലാവും. ജസ്റ്റ് കുട്ടികളൊന്ന് ഒബ്സർവ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ കുട്ടികളിൽ വരുന്ന മാറ്റങ്ങളിലൂടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. അവർക്ക് ഡെവലപ്മെന്റ് സംഭവിച്ചോ, അല്ലെങ്കിൽ അവർ ഡെവലപ്ഡ് ആയോ, മെച്ചോർഡ് ആയിട്ടുണ്ടോ, അവരുടെ പെരുമാറ്റത്തിലൂടെ, അവരുടെ സംസാരിക്കുന്ന രീതിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ഡെവലപ്മെന്റ് സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇന്ന സമയം ആകുമ്പോഴേക്കും അവർ ഡെവലപ്ഡ് ആവും. അല്ലെങ്കിൽ നമ്മൾ പറയൂലേ, ഒരു കല്യാണമൊക്കെ കഴിയുമ്പോൾ അവർക്ക് മെച്യൂരിറ്റി വെച്ചോളും, അല്ലെങ്കിൽ എന്താ പറയാ, കുറച്ച് വർഷം കഴിയുമ്പോൾ ഓള് മെച്യൂരിറ്റി ആയിട്ടുണ്ടാവും എന്നൊക്കെ പറയാറില്ലേ. ദാറ്റ്സ് ഇറ്റ്. Development helps to what to expect of a child and when to accept it. നമ്മളത് എപ്പോ പ്രതീക്ഷിക്കണം, അവരുടെ ഡെവലപ്മെന്റ് എപ്പോ സംഭവിക്കും, അത് ഏത് സമയത്ത് ഡെവലപ്ഡ് ആവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. ഏത് പ്രായത്തിൽ എന്ത് പ്രതീക്ഷിക്കണം എന്നാണ് മാം ഉദ്ദേശിച്ചത്? അല്ലടാ, ഓരോ കുട്ടിയുടെയും ക്യാരക്ടർ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതിലൂടെ നമ്മളത്
അവൻ കുറച്ചും അവന്റെ പെരുമാറ്റത്തിലൂടെയൊക്കെ നമുക്ക് നമുക്ക് ഓരോരുത്തർക്കും എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും എന്നാ പറയുന്നത്. ഡെവലപ്മെന്റ് ഏത് പ്രായത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. മേ ബി ഒരു 18 വയസ്സാവുമ്പോൾ നമ്മള് ടീനേജേഴ്സിന്റെ അടുത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. അത് കഴിഞ്ഞിട്ടുള്ള ഒരു പ്രായത്തിൽ കുറച്ചും കൂടി മെച്ചുവേർഡ് ആയിട്ട് പെരുമാറുന്നത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. Development helps us to make children ready for the changes that occur in place of their body, interest, behavior, and their environment. Okay. Development helps make children for change that occur. നമ്മളെ കുട്ടിയുടെ എന്താ പറയാ ഡെവലപ്മെന്റ് സമയത്ത് കുട്ടികളിൽ വരുന്ന മാറ്റം, ഈ ഗ്രോത്ത് ഉണ്ടല്ലോ, ടീനേജേഴ്സിലേക്ക് കടക്കുമ്പോൾ കുട്ടികളുടെ ബോഡിയിൽ വരുന്ന മാറ്റങ്ങളുണ്ട്. അത് അവർ അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഡെവലപ്ഡ് ആവണം. അവർക്ക് മെച്യൂരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഡെവലപ്ഡ് ആയാൽ മാത്രമേ അവര് ആ ഒരു ബോഡിയിൽ വരുന്ന മാറ്റങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതേപോലെ അവരുടെ ഇൻട്രസ്റ്റുകള് കാര്യങ്ങൾ മാറും, ബിഹേവിയർ മാറും, അവരുടെ ചുറ്റുപാടുകളൊക്കെ അവര് സ്വയമേ അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് വേണം, ഡെവലപ്മെന്റ് സംഭവിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേ ബി നമ്മൾ ഒരു കുട്ടി വളർന്നുകൊണ്ടിരിക്കുകയാണ്, അവൻ ആദ്യം ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളായിരിക്കില്ല പിന്നീടുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, മേ ബി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഇൻട്രസ്റ്റുകളൊക്കെ അവര് കറക്റ്റ് ആയിട്ട് അത് അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഡെവലപ്ഡ് ആയിരിക്കണം. നമുക്കൊരു നല്ല കുട്ടീനെ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവനിൽ വരുന്ന മാറ്റങ്ങൾ അവന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കണം. അവന്റെ ചുറ്റുപാടിൽ വരുന്ന മാറ്റങ്ങള്, ബിഹേവിയറിൽ വരുന്ന മാറ്റങ്ങള്, അവന്റെ ഇൻട്രസ്റ്റിൽ വരുന്ന മാറ്റങ്ങളൊക്കെ അവന് തന്നെ സ്വയമേ ഉൾക്കൊള്ളാൻ പറ്റണം. ഓക്കെ. Development helps in early identification of any retarded development. ഓക്കെ. ഡെവലപ്മെന്റ് ഹെൽപ്സ് ഇൻ ഏർലി ഐഡന്റിഫിക്കേഷൻ. നമ്മൾ ഡെവലപ്മെന്റ് എന്തെങ്കിലും മന്ദഗതി ഉണ്ടോ, ഇന്ന പ്രായത്തിൽ നമ്മൾ ഡെവലപ്മെന്റ് ഇങ്ങനെ ഒരു പ്രഡിക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഗ്രോത്തിന്റെ കാര്യത്തിൽ ഇന്ന ഏജിൽ ഇന്ന കാര്യങ്ങൾ, മെച്യൂരിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. അതേപോലെ എന്തെങ്കിലും സ്ലോ ആണെങ്കിൽ, മന്ദഗതിയിൽ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വളർച്ചാപരമായ ബുദ്ധിമുട്ടുകളാണോ മിസ്? എന്തോ എന്താണ് വളർച്ചാപരമായ ബുദ്ധിമുട്ടുകൾ അതാണോ? എനിക്ക് ക്ലിയർ ആവണില്ല. വളർച്ചാപരമായ ബുദ്ധിമുട്ടുകള് ആയിട്ടുള്ളത്. അതേപോലെ തന്നെ ചിലവരുടെ ക്യാരക്ടർ വൈസ് ആയിട്ടും ചിലപ്പോ ഒരു മന്ദഗതി തോന്നാറുണ്ട് അല്ലെ. അപ്പൊ അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഡെവലപ്മെന്റ് ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഒരു 5 വയസ്സ് കഴിയുന്ന കുട്ടികൾ കുറച്ചും കൂടി സോഷ്യലബിൾ ആവും. എന്നുവെച്ചാൽ കുട്ടികൾ മറ്റുള്ളവരോട് സംസാരിക്കാനും അല്ലെങ്കിൽ കൂടെയുള്ള കുട്ടികളോട് സംസാരിക്കാനും ആൾക്കാരോട് മിങ്കിൾ ചെയ്യാനൊക്കെ തുടങ്ങും. പക്ഷെ ഈ 5 വയസ്സായിട്ടും ആ കുട്ടി സോഷ്യലബിൾ ആവുന്നില്ല, മറ്റുള്ളവരോട് സംസാരിക്കുന്നില്ല, അവൻ ഭയങ്കരമായിട്ട് ഉൾവലിഞ്ഞ ഒരു പ്രകൃതമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവൻ എന്തോ ഒരു പ്രശ്നമുണ്ട്, അത് ഡെവലപ്മെന്റ് റീറ്റെയിൻഡ് ആണ് എന്ന് മനസ്സിലാക്കാം. ഇതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാട്ടോ. ഒരു കുട്ടി ഒരു 4 വയസ്സായിട്ടും അവൻ വീട്ടിൽ ചെറിയ ചെറിയ സൗണ്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. എന്ന് വെച്ചാല് 3 വയസ്സൊക്കെ ആയ സമയത്ത് വീട്ടിലവൻ നന്നായിട്ടല്ല വീട്ടിലെല്ലാവരോട് കുറച്ച് സംസാരിക്കും, ഇത്തിരി സൗണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്യും, അങ്ങനെ. പക്ഷെ അവൻ അംഗനവാടി ചെന്നതിന് ശേഷം അവനൊക്കെ നഴ്സറി ടീച്ചർ എന്ത് ചെയ്തു, ഒബ്സർവ് ചെയ്തു, അവൻ മറ്റു കുട്ടികളോട് സംസാരിക്കുന്നില്ല. ആ ഫുൾ ആക്ഷൻസിലൂടെയാണ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാല് അച്ഛൻ, അമ്മ, പിന്നെ അമ്മാമ്മയാണ് ഉള്ളത്. അച്ഛനും അമ്മയും ജോലിക്ക് പോകും, അമ്മാമ്മയുടെ കൂടെ ഫുൾ ടൈം ഉണ്ടായിരുന്നത്. അപ്പൊ അമ്മാമ്മ അധികം സംസാരിക്കൂല. അപ്പൊ എന്താ സംഭവിച്ചത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് സ്പീച്ച് അല്ലെങ്കിൽ ലാംഗ്വേജ് ഡെവലപ്മെന്റ് സംഭവിച്ചില്ല. അപ്പൊ ഈ ഒരു 3 വയസ്സായപ്പോ ടീച്ചർ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലിയിലും ഹസ്ബൻഡിനോടും വൈഫിനോടും പറഞ്ഞു, ഇവന് സംസാരിക്കുന്നതിൽ എന്തോ പ്രശ്നമുണ്ട്, നിങ്ങളൊന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം അവർ വലിയ കാര്യമായിട്ട് എടുത്തില്ല, കാരണം വലിയ 3 വയസ്സല്ലേ ആയിട്ടുള്ളൂ എന്ന് വിചാരിച്ച് അവിടെ സ്ലോ ആക്കി. പക്ഷെ അവൻ നഴ്സറി കഴിഞ്ഞു എൽ കെ ജി പോയപ്പോഴും ഇതേപോലെ തന്നെ അവൻ മറ്റുള്ളവരോട് സംസാരിക്കുന്നില്ല, കുട്ടികളോടും സംസാരിക്കുന്നില്ല. അപ്പൊ ടീച്ചർമാരോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യുന്നില്ല, ഫുൾ ആക്ഷനിലൂടെ അവൻ പറയുന്നത്.
അപ്പോ അങ്ങനെ വന്നപ്പോ ഇതും അവിടെയും ടീച്ചർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോ എന്ത് ചെയ്തു, ഫാമിലി എന്ത് ചെയ്തു, ഡോക്ടറെ കാണിക്കുകയും ഇപ്പൊ സ്പീച്ചിങ് തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്പീച്ച് തെറാപ്പി എന്ന് പറഞ്ഞിട്ട് സംസാരിക്കാൻ വേണ്ടി അത് അവർ സ്പീച്ച് തെറാപ്പി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് അതിന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ പോവാണ്. അപ്പൊ നേരത്തെ ഡെവലപ്മെന്റ് എന്തെങ്കിൽ നമുക്ക് നേരത്തെ എന്തെങ്കിലും മന്ദഗതിയിലാണ്, നമ്മൾ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഡെവലപ്മെന്റ് മന്ദഗതി ആണോ, ഇപ്പൊ ആള് നോർമൽ ആയോ, സംസാരിക്കും. എന്റെ മോനെ അങ്ങനെ ഉണ്ടായിരുന്നു. അത് മറ്റുള്ള ആൾക്കാരോട് ഒന്നും മിണ്ടത്തില്ല. പുറത്തിറങ്ങിയാല് ആരെന്ത് ചോദിച്ചാലും മിണ്ടത്തില്ല. അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചു, ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു അവനെ നമ്മൾ ഫ്രണ്ടിൽ നിർത്തിക്കൊണ്ട് മറ്റുള്ളവരോട് സംസാരിക്കണം. അവന് മനസ്സിലാവണം നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അറിയാത്ത ആൾക്കാരോടൊക്കെ സംസാരിക്കുന്നത് അവനെ നമ്മൾ ഫ്രണ്ടിൽ നിർത്തി മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവനത് മനസ്സിലായി ശീലമാവും. അങ്ങനെ പറഞ്ഞു. പിന്നെ ചോക്ലേറ്റ് ഒന്നും കൊടുക്കരുത്, ഒരുപാട് കുട്ടിത്തം ഉണ്ട് അവന്, അപ്പം ചോക്ലേറ്റ്സ് അധികം കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞു. പിന്നെ 1-2 ക്ലാസ്സിലൊക്കെ കൊണ്ടുപോയി, പിന്നെ കൊണ്ടുപോയില്ല. ഇപ്പൊ സ്കൂളിലൊക്കെ പോയി ഇപ്പൊ അവൻ ആക്റ്റീവാ. പഴയ പോലെ അല്ല. ഇപ്പം പഴയ പോലെ എപ്പോഴും എന്തിനും കരച്ചിലൊക്കെ ആയിരുന്നു. ചെറിയ കുട്ടികളെ പോലെ കരച്ചിൽ നിർത്തത്തില്ല. അങ്ങനെ വീട്ടിലുള്ളവർക്കൊക്കെ ദേഷ്യമായിരുന്നു ആദ്യം. പക്ഷെ ഇപ്പം സ്കൂളിലൊക്കെ പോയി കൂട്ടുകാരുമായിട്ടൊക്കെ അവനെ സംസാരിച്ച് ഇപ്പം അവൻ പഴയ പോലെ അല്ല. നോർമലായി ഇപ്പൊ ഓക്കെ ആയി വരുന്നു. ഓക്കേടാ. അപ്പൊ അത് നമുക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നേരത്തെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഡെവലപ്മെന്റ് ഇന്ന ഏജ് മുതൽ കുട്ടികൾ വർത്താനം സംസാരിച്ചു തുടങ്ങണം. അപ്പൊ എല്ലാ കാര്യത്തിലും ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ലാംഗ്വേജ് ഡെവലപ്മെന്റ് കാര്യം പറഞ്ഞോളൂ കേട്ടോ. ഡെവലപ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ് ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് ചേഞ്ചസ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആണ്. നമ്മുടെ ലൈഫ് ലോങ് നമ്മളുടെ കൂടെ ഉണ്ടാവും. എന്ത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, നമ്മൾ വിചാരിക്കും നമ്മൾ അഡൾട്ടായി, അതോടെ നമ്മുടെ ഗ്രോത്ത് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഡെവലപ്മെന്റ് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയാണ്. നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. നമ്മളൊരു 18 ഇയേഴ്സിലാ ഞാൻ 18 ഇയേഴ്സിൽ തന്നെ 28 ഇയേഴ്സിലെ ഇപ്പോഴത്തെ എന്നെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഒത്തിരി വ്യത്യാസം തോന്നാറുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ചേഞ്ചസ് നമ്മളെ ക്യാരക്ടറിൽ തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നിങ്ങള് ഇപ്പോഴത്തെ വയസ്സും അതേപോലെ നിങ്ങൾ ആ ഒരു 10 വർഷം ബാക്ക് എങ്ങനെയായിരുന്നു ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മളിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് നമുക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്തെല്ലാം ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത്, അത് ലൈഫ് ലോങ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ. ഈ ഡെവലപ്മെന്റ് ഈസ് എ സക്സസീവ്, നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് എന്ത് ഡെവലപ്മെന്റ്. എനിക്ക് തോന്നുന്നു എക്സ്പീരിയൻസിലൂടെയും പിന്നെ റീഡിങ്ങിലൂടെയൊക്കെ നമുക്ക് ഒരു പരിധി വരെയും ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഓരോ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അതനുസരിച്ച് നമുക്ക് അതിനനുസരിച്ച് മെച്യൂരിറ്റി വരാണ്. ഓരോ കാര്യങ്ങളും നമ്മൾ എടുത്ത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുമ്പോൾ റെസ്പോൺസിബിലിറ്റീസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മളിൽ വരുന്ന മാറ്റങ്ങളൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഏർലി ഡെവലപ്മെന്റ് ഇസ് മോർ വൈറ്റൽ ദാൻ ദ ലേറ്റർ ഡെവലപ്മെന്റ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏർലി ഡെവലപ്മെന്റ് ആണ്, ആദ്യ കാലങ്ങളിലുള്ള ഡെവലപ്മെന്റ്. അപ്പോൾ സാധാരണയായിട്ട് നമ്മളിപ്പോ ഒരു വയസ്സ് 1.5 വയസ്സുള്ള കുട്ടിയുടെ ഒക്കെ അമ്മയാണ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടറെ കാണുമ്പോൾ കൺസൾട്ട് ചെയ്യുമ്പോൾ ഡോക്ടർ ചോദിക്കുന്ന ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്, കുട്ടി നടന്നു തുടങ്ങിയോ? അതെന്തുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നേ? ഇത് ഞാൻ പറയുന്നത് ഗ്രോത്തിന്റെ റിലേറ്റഡ് ആയിട്ടാണ്. അതെന്തുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നടപ്പ് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഡെവലപ്മെന്റും ഏകദേശം ഓക്കെ ആണ് എന്ന് ഉറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം മോട്ടോർ കോർഡിനേഷൻ ആൻഡ് കൺട്രോള് തുടങ്ങുന്നത് തന്നെ ആ കുട്ടിയുടെ നടത്തത്തിലൂടെയാണ്. കാരണം അവന്റെ എല്ലാ ബോഡി പാർട്സും കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്താൽ മാത്രമേ അവൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ നമ്മളോട് ചോദിക്കും സംസാരിച്ചു തുടങ്ങിയോ, അതെന്താണ് അവന് ഡെവലപ്ഡ് ആയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പിന്നെ പറയുന്നത് സ്വന്തമായിട്ട് എന്നോട് ഡോക്ടർ ചോദിക്കുന്നത് കേട്ടോ, അവൻ ഭക്ഷണം എങ്ങനെ കഴിക്കുന്നേ? ഡോക്ടർ കുറച്ച് കമ്പനിയാണ്, അപ്പൊ അവനെങ്ങനെ ഭക്ഷണം കഴിക്കണേ? ഞാൻ പറയും ഞാനാ കൊടുക്കുന്നേ. അപ്പൊ എന്നോട് വഴക്കാ പറയാം, എന്തിനാ കൊടുക്കുന്നത്? എങ്ങനെ? അവൻ ഭക്ഷണം നമ്മൾ വെച്ചു കൊടുത്താൽ മതി, അവൻ തന്നെ അത് വാരി കഴിച്ചോട്ടെ, അല്ലാതെ നമ്മളെപ്പോഴും അവൻ എന്ത് ചെയ്യരുത്, ഭക്ഷണം വാരി കൊടുക്കരുത്. അപ്പൊ ഭയങ്കരമായിട്ട് ആദ്യമൊക്കെ നമ്മൾ കേട്ടിട്ട് കൂടിയില്ല, ഭക്ഷണം നമ്മൾ കൊടുത്താലേ അവർ വയറ് നിറയുന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ആണ് നമുക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ അത് മാറി. അവനിപ്പോ നോർമലി നമ്മൾ എന്താ പറയാ നല്ല സ്പീഡോട് കൂടി ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങുമ്പോൾ അന്ന് ഡോക്ടർ വഴക്ക് പറഞ്ഞത് നന്നായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഏർലി ഡെവലപ്മെന്റ് ആണ്, ഒരു കുട്ടിയുടെ ഏർലി ഡെവലപ്മെന്റ് ആണ് കൂടുതൽ വൈറ്റൽ ആയിട്ടുള്ളത്. പിന്നീടുള്ള ഡെവലപ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്, എന്നാൽ അത്രയും ഇമ്പോർട്ടന്റ് അല്ല. ഡെവലപ്മെന്റ് ഇസ് ദ പ്രൊഡക്റ്റ് ഓഫ് മെച്യൂറൈസേഷൻ ആൻഡ് ലേണിംഗ്. നമ്മൾ ലേൺ ചെയ്യുന്നതിലൂടെയും നമ്മുടെ മെച്യൂരിറ്റിയുടെയും ഒരു പ്രൊഡക്റ്റ് ആണ് എന്ത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്.
നമ്മളുടെ മെച്യൂരിറ്റിയുടെയും അതേപോലെ നമ്മുടെ എക്സ്പീരിയൻസിന്റെയും നമ്മുടെ ലേണിംഗിന്റെയും ഒരു പ്രൊഡക്റ്റ് ആണ് എന്ത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ചില ആൾക്കാർ ഇതും പഠനത്തിന്റെ കാര്യം കമ്പയർ ചെയ്യാനല്ല, ചില ആൾക്കാർക്ക് നല്ല നോളജ് നല്ല ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ ഒരു തരി പോലും ഡെവലപ്ഡ് ആയിരിക്കില്ല, ഭയങ്കരമായിട്ട് ഒട്ടും ഡെവലപ്ഡ് ആയിട്ടുണ്ടാവില്ല. പക്ഷെ ഒരു ഭൂരിഭാഗം ആളുകളും ഡെവലപ്ഡ് ആകുന്നുണ്ട് പഠനത്തിലൂടെയും എക്സ്പീരിയൻസിലൂടെയും മെച്യൂരിറ്റൈസേഷനിലൂടെയും അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരിലെ ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്. ഇനി ഡെവലപ്മെന്റ് ഇൻഡിവിജ്വലി ഡിഫറെന്റ് ആണ്. ഓരോ വ്യക്തിയും തമ്മിൽ ഇൻഡിവിജ്വലി എങ്ങനെയാണ് ഡിഫറൻസ് ഉണ്ട്. ഒരു വ്യക്തിയുടെ ഫിസിക്കൽ ആവട്ടെ, ഇമോഷണൽ ആവട്ടെ, സോഷ്യൽ ആവട്ടെ, എല്ലാ ബിഹേവിയറിലും വ്യത്യാസമാണ്. സെയിം ഏജിലെ 2 കുട്ടികൾ എടുക്കുകയാണെങ്കിൽ അവർ എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ഒരു ഫാമിലിയിൽ തന്നെ 2 കുട്ടികൾ എടുക്കുകയാണെങ്കിൽ അവരും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. സപ്പോസ് ട്വിൻസ് ആണെന്ന് വിചാരിക്കുക, ഒരേപോലെയുള്ള 2 ട്വിൻസിനെ എടുത്താലും അവരിലും എന്തുണ്ട്, ഡിഫറൻസ് ഉണ്ട്. അതേപോലെ തന്നെയാണ് അവരിലും എന്താണ് ഡെവലപ്മെന്റും എന്തുണ്ട്, ഡിഫറൻസ് ഉണ്ട്. ദ ചൈൽഡ് ഡെവലപ്പ് ആസ് എ യൂണിഫൈഡ് ഹോൾ. ഒരു യൂണിഫൈഡ് എന്ന് പറഞ്ഞാൽ ഏകീകൃതമായിട്ടാണ്. ചൈൽഡ് ഡെവലപ്പ് ചെയ്യുന്നത് അവനിൽ തന്നെയാണ്. അവന്റെ മൊത്തത്തിലുള്ള ഒരു എന്താ പറയാ, ഒരു മൊത്തത്തിലുള്ള മാറ്റത്തെ അല്ലെങ്കിൽ ആ ഒരു ചേഞ്ചസിനെ അല്ലെങ്കിൽ ആ ഒരു മെച്യൂരിറ്റി ലേണിംഗ് എക്സ്പീരിയൻസിനെയൊക്കെയാണ് അവനിൽ മാറ്റങ്ങൾ അല്ലെങ്കിൽ ആ ഡെവലപ്മെന്റ് കൊണ്ടുവരാനായിട്ട് കാരണമാകുന്നത്. ഓക്കെ, ഇത്രയുമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ്. ഇത്ര ടഫ് ആയിട്ടുള്ള പോർഷൻ ആണ്. ഒന്ന് റീഡ് ചെയ്ത് നോക്കി എല്ലാവരും. ഓക്കെ ഏട്ടാ, അത് പ്രസന്റ് ചെയ്യാം കേട്ടോ. ആണോ? രണ്ടുപേരും അശ്വതിയുടെ അനിയത്തി ഉള്ളത്? ആ, എന്റെ അനിയത്തി. ഞങ്ങള് തമ്മില് ഡിഫറൻസ് ഉണ്ട്. അയാൾക്ക് ഹൈറ്റ് ഉണ്ട്, എനിക്ക് ഹൈറ്റ് കുറവാണ്. ഫിസിക്കൽ ഡിഫറൻസ് ഒക്കെയാണ്. സ്വഭാവത്തിലും വ്യത്യാസമുണ്ട്. ഞാൻ പെട്ടെന്ന് കരയും, അവള് കരയില്ല. ഓക്കെ, അപ്പൊ എന്താണ്, ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണ്. ഡെവലപ്മെന്റിൽ പോലും എന്താണ് വ്യത്യാസമുണ്ട്. നമുക്കതാണ് മനസ്സിലാക്കേണ്ടത്. ഓരോ ഇൻഡിവിജ്വൽസും സ്റ്റുഡൻസിന്റെ കാര്യം ജസ്റ്റ് പറഞ്ഞുള്ളൂ, അതിൽ പോലും എന്താണ് മാറ്റങ്ങളുണ്ട്. നമ്മുടെ കുട്ടികളെ ആലോചിച്ചാൽ മതി. ഒരു കുട്ടിയുടെ ടേസ്റ്റ് ആയിരിക്കില്ല മറ്റൊരു കുട്ടിക്ക് വരുന്നത്. മേ ബി 3 കുട്ടികൾ ഉണ്ടെങ്കിലും 3 കുട്ടിയുടെ സ്വഭാവം ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതേപോലെ ഡെവലപ്മെന്റും വ്യത്യസ്തമായിരിക്കും. ചിലപ്പോ മൂത്ത മകള്, ഇപ്പൊ എന്റെ കേസ് എടുക്കുകയാണെങ്കിൽ എന്റെ മൂത്ത ആള് സംസാരിച്ചു തുടങ്ങിയത് ലേറ്റ് ആയിട്ടാണ്. ലേറ്റ് എന്ന് പറയുമ്പോൾ 2 വയസ്സൊക്കെ ആയപ്പോഴാണ് സംസാരിച്ചു തുടങ്ങിയത്. പക്ഷെ ഇളയാള് 1.5-1.25 വയസ്സായപ്പോഴേക്കും 2 വയസ്സാണ് ഫുൾ സെന്റൻസ് ഫോം ചെയ്ത് പറഞ്ഞു തുടങ്ങി. കറക്റ്റ് ആയിട്ട് ഫുൾ സെന്റൻസ് നമ്മളോട് പറയും, വ്യക്തമായിട്ട് കറക്റ്റ് ഭയങ്കരമായിട്ട് പറയും. കാരണം മൂത്ത ആള് നന്നായിട്ട് സംസാരിക്കും. അവള് സംസാരിച്ചു തുടങ്ങിയ ശേഷം നന്നായിട്ട് സംസാരിക്കും. അപ്പൊ വീട്ടില് പെൺകുട്ടിയാണ്, അവള് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് ഇവന് ആ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അവള് പറയുന്ന കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് ആയിട്ട് കോപ്പി ചെയ്ത് പറയും. അപ്പൊ അവനില് നേരത്തെ ഡെവലപ്മെന്റ് സംഭവിച്ചു, അവള് വൈകിയാണ് ഡെവലപ്പ് ആയത്. ചില ആരും അധികം കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് കുറച്ച് വൈകിയാണ് അവളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഒക്കെ സംഭവിച്ചത്. അപ്പൊ ഓരോ കുട്ടികളും ഫാമിലിയിൽ 2 കുട്ടികൾ എടുക്കുകയാണെങ്കിൽ പോലും അവർക്കും എന്താണ് ഇൻഡിവിജ്വലി ഡിഫറൻസ് ഉണ്ടാവും. ഡെവലപ്മെന്റ് കാര്യത്തിൽ എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, നമുക്ക് നമ്പർ ചാർട്ട് കാണിക്കാം കേട്ടോ. ഞാൻ ഈ ഒരു ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട്സ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആ പോർഷൻ ആണ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ചാർട്ട് പ്രസന്റ് ചെയ്യാം. ഫുള്ളായിട്ടല്ല, കുറച്ചെടുത്തിട്ട്. ഓക്കെ, ഞാനത് എടുക്കുകയാണ്. ദ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഞാൻ പറഞ്ഞ പോലെ മെയിൻ ആയിട്ട് 2 ഫാക്ടേഴ്സ് ആണുള്ളത്. ഹെറിഡിറ്ററി ഫാക്ടർ ഓർ ജനറ്റിക് ഫാക്ടർ, പാരമ്പര്യമായിട്ട് നമുക്ക് കൈമാറി കിട്ടുന്ന കാര്യങ്ങൾ നമ്മുടെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്താണ് എൻവിയോൺമെന്റൽ ഫാക്ടേഴ്സ്, നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ, അതും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഹെറിഡിറ്ററി ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരമ്പര്യമായിട്ട് കൈമാറുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഫിസിക്കൽ ഫീച്ചേഴ്സ്, കളർ ഓഫ് ദ സ്കിൻ, ഐസ്, ഹെയർ, ഷേപ്പ് ഓഫ് ദ നോസ്, ഇയേഴ്സ്, ദ ലൈക്ക്. എന്ന് വെച്ചാൽ ഇപ്പൊ പറയില്ലേ, നിന്റെ അച്ഛന്റെ പോലെയാണ് മൂക്ക്, അല്ലെങ്കിൽ നിന്നെ കാണാൻ എന്താ പറയാ
അച്ഛന്റെ പെങ്ങളെ പോലെയാണ്, അല്ലെങ്കിൽ അച്ഛനെ പോലെ തന്നെയാണ് നിന്നെ കാണാനായിട്ട്, അച്ഛന്റെ സ്വഭാവമാണ്, കാര്യങ്ങളാണ്. അതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? നമുക്ക് നമ്മുടെ ഹെറിഡിറ്ററി ഫാക്ടേഴ്സിലൂടെയാണ്, നമ്മുടെ DNA ജീൻ, അതിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കൈമാറി കിട്ടുന്നത്. ദെൻ സെക്സ്, അതേപോലെ തന്നെ ഹെറിഡിറ്ററി ഡിസീസ്. ഹെറിഡിറ്ററി ഡിസീസ് ഏതൊക്കെയാണ്? എനിക്കുണ്ട് കേട്ടോ ഹെറിഡിറ്ററി ഡിസീസ്, തൈറോയിഡ്. എന്റെ അച്ഛന്റെ ഫാമിലി എല്ലാവർക്കും തൈറോയിഡിന്റെ ഇഷ്യൂ ഉണ്ട്. അപ്പോ എനിക്ക് പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടിയിട്ടുള്ള ഒരു അസുഖമാണ് എന്റെ തൈറോയിഡ് എന്ന് പറയുന്നത്. അതേപോലെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്താൽ ഒരുപാട് ഹെറിഡിറ്ററി ഡിസീസുകൾ നമ്മൾക്ക് അറിയാൻ പറ്റും. ഏതൊക്കെയാണ് നിങ്ങളുടെ പരിചയത്തിലുള്ളത്? ഡയബറ്റിസ്, ഏതാ? ഷുഗർ. അതെ, ഷുഗർ ഹെറിഡിറ്ററി, ഡയബറ്റിക്സ് അത് ഹെറിഡിറ്ററി ഡിസീസ് ആണ്. മറ്റൊന്ന് പ്രഷർ. ഓക്കെ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഹെറിഡിറ്ററി ആണോ? ഓക്കെ, കൊളസ്ട്രോൾ 3 സെറ്റ് കിട്ടി. ബാക്കിയുള്ള അസുഖങ്ങൾ പറയാം. ക്യാൻസർ വരുമോ? ക്യാൻസർ വരുന്നതായിട്ട് പറയുന്നുണ്ട്. മാം ടീത്തിന്റെ വരുമോ? ഏതാണ്? ടീത്ത് പല്ലിന്റെത്. പല്ലിന്റെ വരുമോ? പല്ലിന്റെ അസുഖങ്ങളോ? കേൾവിക്കുറവും കാഴ്ചക്കുറവും വരില്ലേ? അത് വരാറുണ്ട് പാരമ്പര്യമായിട്ട്. കേൾവിക്കുറവും വരാറുണ്ടെന്ന് തോന്നുന്നു. കേൾവിക്കുറവ് വരാറുണ്ട്. ഇപ്പൊ അമ്മയ്ക്ക് ആർക്കെങ്കിലും ഡെഫ് ആണെങ്കിൽ അല്ലെങ്കിൽ കേൾവിക്കുറവ് ഉണ്ടെങ്കിൽ നമുക്കും അതേ ഒരു ഇഷ്യൂ വരാനുള്ള ചാൻസ് ഉണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ വല്യച്ഛനോ വല്യമ്മയ്ക്കോ അങ്ങനെ കുടുംബത്തിൽ ആർക്കെങ്കിലും മാനസികമായിട്ട് പ്രോബ്ലം ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അത് കുഞ്ഞുങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ടോ? എനിക്ക് മനസ്സിലായില്ല സിബി, ഒന്നുകൂടെ ഒക്കെ പറയോടാ. ഇപ്പം നമ്മുടെ ഫാമിലിയില് മെന്റലി ആർക്കെങ്കിലും, മാനസികമായിട്ട് ആർക്കെങ്കിലും പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ, ഇപ്പൊ പാരമ്പര്യമായിട്ട് തന്നെ വല്യച്ഛനോ വല്യമ്മയ്ക്ക് അല്ലെങ്കിൽ മുത്തശ്ശനോ അങ്ങനെ ഫാമിലിയിൽ ആർക്കെങ്കിലും അച്ഛന് അമ്മയ്ക്ക് മാനസികമായിട്ട് മെന്റൽ പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ അത് കുഞ്ഞുങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ടോ? പാരമ്പര്യമായിട്ട് വരാറുണ്ട്, അത് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കേട്ടിട്ടുള്ളത് ഹിമോഫീലിയ വരുമോ? ഹീമോഫീലിയ അത് ബ്ലഡിന്റെ അല്ലേ? അയണിന്റെ കുറവാണോ? അത് തന്നെ, രക്തം ചെറുതോ? അത് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ആസ്മ പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടുന്ന ഒരു അസുഖമാണ്. അലർജീസും പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടുന്ന അസുഖമാണ്. ഹാർട്ട് പ്രോബ്ലം എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ പാരമ്പര്യം വെച്ചാൽ ഫാമിലിയിലെ, എനിക്കറിയാവുന്ന ഒരു ഫാമിലിയിലെ എല്ലാവർക്കും ഹാർട്ട് ഇഷ്യൂ ഉണ്ട്. ഞാൻ വിചാരിച്ചത് എന്താ അങ്ങനെ എല്ലാവരും. ഇപ്പം ആ ഫാമിലിയിൽ 5 പേരുണ്ടായിരുന്നു, ചേട്ടനനിയന്മാരാ. അതില് എയ്ഡ്സ് പാരമ്പര്യമോ? ഓക്കെ, ഹെറിഡിറ്ററി ഫാക്ടർ ആണ്, കൈമാറും. എന്ന് വെച്ചാല് അമ്മയിൽ നിന്ന് കുട്ടികളിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ വരാം. ഹീമോഫീലിയ എന്ന് പറയുന്ന ഒരു ബ്ലീഡിംഗ് ഡിസോർഡർ ആണ്. ആണോ? അത് വരില്ലേ? അത് വരാം, ജനറ്റിക് ആയിട്ട് വരാം. ഓക്കെ, ക്ലോട്ട് ആവില്ല, ബ്ലഡ് ക്ലോട്ട്. അതായത് ഒരു ചെറിയ മുറിവ് പറ്റിയാൽ തന്നെ ഉടനെ ബ്ലീഡ് ആവും. പിന്നെ ബ്ലഡ് ക്ലോട്ട് ആവില്ല. അത് ബ്ലീഡിങ് നിക്കത്തില്ല. നമ്മൾ നിർത്തിയാലും നിക്കത്തില്ല. മറ്റേ നമ്മൾ അമർത്തി പിടിച്ചാൽ നിൽക്കുമല്ലോ, ഇത് നിൽക്കത്തില്ല. അതിനുവേണ്ടി വേറെ ട്രീറ്റ്മെന്റ് ചെയ്താലേ പറ്റുള്ളൂ. അത് ജനറ്റിക് ഡിസോർഡർ ആണ്. ഓക്കെ, അത് എനിക്ക് തോന്നുന്നു ചില ഫാമിലീസിന് ഏതാണ് ബന്ധത്തിലുള്ള ഒരു 2 പേർക്ക്, ചേട്ടനും അനിയനും 3 ആൺകുട്ടികൾ ഉണ്ടായിരുന്നു. കണ്ണൂർ ഭാഗത്താണ്. എന്നിട്ട് മൂത്ത കുട്ടിക്കില്ല, പക്ഷെ ഇളയ 2 പേർക്കുണ്ടായിരുന്നു. ഒരാള് നോക്കി വളർത്തി ഒരു 12 വയസ്സായപ്പോ ഒന്ന് വാതിലയിലൊന്ന് കൈ ഉരഞ്ഞതാണ്. അങ്ങനെ ബ്ലഡ് നിൽക്കാതെ വന്ന ആ കൊച്ച് മരിക്കുകയത്. ഇപ്പൊ ഈ അടുത്ത ആൾക്ക് എന്നിട്ട് ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിപ്പോ അമൃതയിലാന്ന് തോന്നുന്നു, അതിന് ട്രീറ്റ്മെന്റ് ചെയ്തു. മുട്ടയിൽ എന്തോ ഭയങ്കരമായ എന്തോ ഒരു ശസ്ത്രക്രിയയാണ് ചെയ്തത്. അപ്പൊ ആള് നോർമലായി വരുന്നു എന്നാ പറഞ്ഞ. അതാണെങ്കിലും മുട്ട എവിടെയെങ്കിലും ഇടിക്കുമ്പോ മുട്ടിനകത്ത് ബ്ലീഡിങ് ഉണ്ടായി ഹീമാർത്രോസിസ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ടായിട്ടാണ് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നത്. അതാണ് ഇതൊക്കെ വളരെ സൂക്ഷിക്കേണ്ടതാണ്. നമ്മുടെ ഡോക്ടർ പയ്യെന്ന് കേട്ടിട്ടുണ്ടോ? പണ്ട് ഒരു ഭയങ്കര ഫേമസ് ഡോക്ടറായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ ഡോക്ടറായിരുന്നു, അദ്ദേഹം കൃഷ്ണാനന്ദ പൈ. അദ്ദേഹത്തിന് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനെപ്പറ്റി നല്ലോണം അറിയുന്നത്.
ഓക്കെ. ഓക്കെ ഓക്കെ. ഇതെല്ലാമാണ് മാം ഹെറിഡിറ്ററി ഡിസീസ്. നമുക്ക് പാരമ്പര്യമല്ലാതെയും തൈറോയിഡ് വരുമോ? കാരണം എനിക്ക് തൈറോയിഡ് ഉണ്ട്, എന്റെ ഫാമിലി എനിക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും ഇല്ല. തൈറോയിഡ് നമ്മുടെ ഫുഡിങ് ഹാബിറ്റ്, അയഡിന്റെ കുറവുകൊണ്ട് നമ്മളുടെ ഫുഡിന്റെ ഒരു ഇതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ തൈറോയിഡ് വരാം കേട്ടോ. നമ്മൾ ഫുഡിൽ അയഡിന്റെ അളവ് കുറവാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഫാമിലിയിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴേക്ക് ഉപ്പ് കുറവാണ് കൂടുതലായിട്ട് കുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് തൈറോയിഡ് വരാനുള്ള ചാൻസ് ഉണ്ട്. മേ ബി ഇപ്പൊ പാരന്റ്സിൽ ആർക്കെങ്കിലും പ്രഷറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി വീട്ടിൽ ഉപ്പ് യൂസ് ചെയ്യുന്നത്, സോൾട്ട് യൂസ് ചെയ്യുന്നത് കുറവായിരിക്കും. ഓട്ടോമാറ്റിക്കലി അതിന്റെ ഡെഫിഷ്യൻസി കുട്ടികൾക്ക് വരാനും കുട്ടികൾക്ക് തൈറോയിഡ് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെയും വരാം. മാം ഡൗൺ സിൻഡ്രോം അറിയോ? ഡൗൺ സിൻഡ്രോം പാരമ്പര്യമായിട്ട് അതെ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഫിക്സ് വരുമോ മാം? ഫിക്സ് അപസ്മാരം. ഫിക്സിന്റെ കാര്യം എനിക്ക് കൺഫേം ആയിട്ട് അറിഞ്ഞൂടാ കേട്ടോ. കാരണം ഫിക്സ് എന്റെ ഫാമിലി മെമ്പേഴ്സിൽ ഒരാൾക്ക് ഫിക്സ് ഉണ്ട്, പക്ഷെ വേറെ ആർക്കും ആ ഒരു അസുഖം ഞാൻ കേട്ടിട്ടില്ല. ഫാമിലിയിൽ ആർക്കും ഫിക്സ് വന്നതായിട്ടൊന്നും കേട്ടിട്ടില്ല. ആ കുട്ടിക്ക് അങ്ങനെ വരാൻ കാരണം എന്ന് വെച്ചാല് പ്രീമെച്യൂർ ആയിരുന്നു ബർത്ത്. ജനിച്ച സമയത്ത് പ്രീമെച്യൂർ ആയിട്ടാണ് ജനിച്ചത്. ആ സമയത്ത് ഞങ്ങൾക്ക് കിട്ടില്ല എന്നാണ് വിചാരിച്ചത്, പക്ഷെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് കിട്ടി. പക്ഷെ അത് പെട്ടെന്ന് ഫിക്സ് ഒക്കെ വന്നു. അങ്ങനെ ഇപ്പോഴും അതിന്റെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. ഇനി എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിൽ 2 ഫാക്ടേഴ്സാണ് വരുന്നത്. പ്രസവത്തിന് മുമ്പുള്ള കുട്ടിയുടെ ആ ഒരു എൻവയോൺമെന്റ്, നമ്മൾ പറയില്ലേ എപ്പോഴും പ്രഗ്നന്റ് ആയിരിക്കുന്ന അമ്മമാരെ നല്ല സന്തോഷത്തോടെ ഇരുത്തണം, നല്ല ഹാപ്പി ആയിട്ട് ഇരുത്തണം എന്നൊക്കെ പറയാറുണ്ടല്ലോ. അത് എന്തുകൊണ്ടാണ്? കുട്ടിയുടെ ഒരു എന്താ പറയാ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. പ്രസവത്തിന് മുമ്പുള്ള ആ ഒരു ചുറ്റുപാടും പ്രസവാനന്തര കുട്ടിയുടെ ആ ഒരു അറ്റ്മോസ്ഫിയറും രണ്ടും എന്താണ് നമ്മളുടെ ഡെവലപ്മെന്റ്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ആരൊക്കെയാണ് ചാർട്ട് ചെയ്തിട്ടുള്ളത്? ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടുണ്ട് മാം. ചാർട്ട് ചെയ്തവരൊന്ന് പേരൊന്ന് മെസ്സേജ് അയച്ചേക്ക്. അസീന കേട്ടോ. അസീന ഞാൻ പിൻ ചെയ്യാം കേട്ടോ. ക്യാമറ റൊട്ടേഷൻ കൊടുക്കാം അല്ലെങ്കിൽ ഓക്കെ. ഓക്കെ സെറ്റ്. 5 വരെ ചെയ്തിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് പേജിലല്ലേ? ഓക്കെ എടാ, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ആരാണ്? അസീന കഴിഞ്ഞിട്ട് അശ്വതി. അസീന കഴിഞ്ഞാൽ അശ്വതിയുടെ. ഓക്കെ എടാ, നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. അശ്വതി കഴിഞ്ഞാൽ സ്നേഹ കേട്ടോ. സ്നേഹ. ഒരു മിനിറ്റ്. ഓക്കെ. ഞാൻ സ്നേഹ സെർച്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. അത് മോന്റെ കൈമിലേനു ഉണ്ടായത് പേപ്പർ. ഓക്കെ അവിടെ. ഓക്കെ അല്ലേ? ഓക്കെ. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട് കേട്ടോ. 20 വരെ. 20 വരെ. പക്ഷെ അതെടുത്തിട്ട് നമ്മൾ കൗണ്ട് ചെയ്യാനായിട്ട് കുറച്ച് പാടായിരിക്കില്ലേ? ഒന്നുകൂടി ഉണ്ടായിരുന്നു. അതൊന്നും മോൾക്ക് വേണ്ടിട്ട്, മോളെ സ്കൂളിലേക്ക് വേണ്ടിട്ട് ചെയ്ത് കൊടുത്തേനു. വേറെ ഒന്നും ഉണ്ടായിരുന്നത്. ഇതൊക്കെയാണ്. 2 ഉണ്ട്. അതൊന്ന് ഞാൻ ഇത് ഫസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ ഒന്ന് മോൾക്കും വേണ്ടിട്ട്, മോളെ സ്കൂളിലേക്കും വേണ്ടിട്ട് നമ്പർ ചാർട്ട് വന്നിട്ട് അത് അങ്ങനെ ആക്കി കൊടുത്തേ. 2 ഉണ്ടായിരുന്നു. ഓക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ ശരി. അൽഫിയ. പറഞ്ഞോളാം. പ്രസന്റ് ചെയ്തോട്ടോ. ക്ലിയർ ആവുന്നില്ല പക്ഷെ ഓക്കെ. ഓക്കെ ഓക്കെ സെറ്റ് കേട്ടോ. ശ്രുതി കേട്ടോ. നന്നായിട്ടുണ്ട് കേട്ടോ അൽഫിയ. ഓക്കെ 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 എടാ, നന്നായിട്ടുണ്ട് കേട്ടോ. ഫെമിത. ഫെമിത
സ്വന്തമായിട്ട് വരച്ചെന്ന് തോന്നുന്നു. ആ മാം. നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. മൃദുല ഓക്കേടാ. രേണു നേരം ക്യാമറ ഓൺ ചെയ്തോണ്ടിരിക്കുന്നുണ്ടായിരുന്നല്ലോ. ഓക്കെ, കാണാനായിട്ട്. ഓക്കെ ഓക്കെ ഓക്കേടാ. വരച്ചിരിക്കണല്ലേ. നന്നായിട്ടുണ്ട് കേട്ടോ. റേച്ചൽ. ഓക്കെ, റേച്ചൽ കാണാട്ടാടാ. സൗമ്യ. സൗമ്യ മറിയാമ്മ. സിബി സിബി 1 മിനിറ്റ്. സിബി ഇട്ടാ ഓർഡർ ചെയ്തിട്ട് പാടെ പെട്ടെന്ന്. ഓക്കെ, നമ്പർ ചാർട്ട് സെറ്റ്. നന്നായിട്ട് കേട്ടോ. മറിയാമ്മ. ഓക്കേടാ, നന്നായിട്ടുണ്ടേ. ആതിര. ഓക്കേടാ, രസിക്കണേ. നമ്പറൊക്കെ വരച്ചതാ മിസ്, ഒട്ടിച്ചേക്കണം. പിക്ചർ ഒട്ടിച്ചിരിക്കണല്ലേ, നമ്പറിലാണ് അത്. ഷിംസി. ഓക്കേടാ, നന്നായിട്ടുണ്ട് കേട്ടോ ഷിംസി. ലൗലി. ഓക്കെ മാം, കാണുന്നുണ്ടോ? ഓക്കേടാ, കാണാട്ടെ. നന്നായിട്ടുണ്ടേ. താങ്ക് യു മാം. ലൗലി മോന്റെ വീട് എവിടെയാണ്? എവിടെയാണ്? എന്റെ വീടാണ്. ലൗലിയുടെ വീടാണോ ചോദിച്ചത് മാം? കൂട്ടുകാട് പള്ളിയുടെ ബാക്കില്. ഓക്കേടാ, എന്നോട് ആരോ പറഞ്ഞേ അടുത്താണ് ലൗലിയുടെ വീടെന്ന്. മാം പറഞ്ഞു. മാമിന്റെ വീട് എവിടെയാ? എന്റെ സ്വന്തം വീട് കൂട്ടുകാട്. കൂട്ടുകാട് എവിടെ? കെട്ടിട അമ്പലത്തിന്റെ സൈഡില്. ആണോ? അവിടെ എന്റെ തറവാടുണ്ട്. ഓക്കെ മാം. എന്റെ വീട്ടുപേരെന്താ? വീട്ടിലേക്ക് കൈമ പറമ്പിൽ. പറമ്പിൽ കേട്ടിട്ടുണ്ട്. എന്റെ മുല്ലപ്പള്ളി എന്ന് പറയും. മുല്ലപ്പള്ളി. മനസ്സിലായി. അമ്പലത്തിന്റെ എവിടെയായിട്ടാണ്? ഓക്കെ, സാജുവിന് അറിയോ? ISR എന്റെ പേപ്പന്റെ മോനാണ്. ഓക്കെ ഓക്കെ, അപ്പൊ എനിക്ക് പരിചയമുണ്ട് കേട്ടാ. ഞാൻ കിഴക്കേല. ആണോ? ഞാൻ അറിയില്ലല്ലോ. ഓക്കെ മാം, കാണാം ഇടയ്ക്ക്. ഞാൻ പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ഞങ്ങളുടെ അടുത്താണല്ലോ, അപ്പൊ ഞാൻ ചോദിച്ചതാ. സാജു, ലാലി സാജു. എന്റെ തറവാടാണ് അത്. എന്റെ അപ്പച്ചന്റെ വീടാണ്. അപ്പച്ചന്റെ അനിയന്റെ മോനാണ് സാജു. ഇപ്പൊ രണ്ടുപേരും റിട്ടയർഡായി. ഒരാള് ഹൈക്കോർട്ടില്, ഒരാള് ഷിപ്പ്യാർഡിലായിരുന്നു. നേവിയാണോ ഷിപ്പ്യാർഡ്? കറക്റ്റ് മാറിപ്പോകും. ഷിപ്പ്യാർഡായിരുന്നു. ഞാൻ കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു. ഓക്കെ മാം, താങ്ക് യു മാം. കാണാം. ഓക്കെ, ആര്യ. ഇല്ല. തൻസീറ. യെസ് മാം. ആടാ, പ്രസന്റ് ചെയ്തോട്ടാ. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. നസീറ. ഓക്കേടാ, നന്നായിട്ടുണ്ട് കേട്ടോ.
ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ട് നമ്പർ ചാർട്ട് എല്ലാവരും ചെയ്തു അല്ലെ? നമ്മളിപ്പോ സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ചെയ്തു, സാൻഡ് പേപ്പർ ന്യൂമറിക്കൽസ് ചെയ്തു, ആൽഫബറ്റ് ചാർട്ട് കഴിഞ്ഞു, നമ്പർ ചാർട്ട് കഴിഞ്ഞു അല്ലെ? ഓക്കെ, ആൽഫബറ്റ് ചാർട്ട് ചെയ്തില്ലേ? ആൽഫബറ്റ് ചാർട്ട് ചെയ്തിട്ടില്ലേ? ഇല്ല. ആരും ചെയ്തിട്ടില്ല? ഓക്കെ പറഞ്ഞില്ല. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല, ഞാൻ വിട്ടുപോയതായിരിക്കും കേട്ടോ. ഇതാണ് ആൽഫബറ്റ് ചാർട്ട് എന്ന് പറയുമ്പോൾ അതിൽ ഇൻക്ലൂഡിങ് എന്ത് വേണം? ആൽഫബറ്റ്സും വേണം, പ്ലസ് എന്ത് വേണം? അതിന്റെ ഇമേജും കൂടി വേണം. ഇപ്പൊ എ ഫോർ ആപ്പിൾ എന്ന് പറയുമ്പോൾ ഇതിലിപ്പം ക്യാപിറ്റൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ, നമുക്കൊരു സ്മോൾ ലെറ്റർ കൂടെ അവിടെ എഴുതാം. ക്യാപിറ്റൽ ലെറ്റർ എ, സ്മോൾ ലെറ്റർ എ, ആപ്പിൾ എന്ന് കൊടുക്കാം, ആപ്പിളിന്റെ ഇമേജ് കൊടുക്കാം. നമുക്ക് കുട്ടികളെ ഈ ഒരു ആൽഫബറ്റ് ചാർട്ട് കാണിച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൽഫബറ്റ്സ് പഠിപ്പിക്കാൻ പറ്റും. സോ കണ്ടോ, വരയ്ക്കാൻ പറ്റുന്നവര് മാക്സിമം വരയ്ക്കാൻ നോക്കാം. ഓക്കെ, ഇതേപോലെ ഒരു ആൽഫബറ്റ് ചാർട്ട് പ്രിപ്പയർ ചെയ്യാലോ എല്ലാവർക്കും? ഓക്കെ അല്ലേ? ഓക്കെ മാം. എന്നത്തേക്ക് പ്രിപ്പയർ ചെയ്യും? നെക്സ്റ്റ് വീക്ക് ക്ലാസ്സിലേക്ക്. ഓക്കെ, കാരണം എന്താണെന്ന് അറിയാമോ? നമ്മുടെ പാർട്ട് ഓക്കെ ഇത് ആരുടെയാണ്? അതൊരു ചാർട്ടാണെന്ന് തോന്നുന്നു. ആൽഫബറ്റ് ചാർട്ട് ഫുൾ ചാർട്ടാണ്. ആടാ, കാണാൻ പറ്റുന്നുണ്ട്. നമ്മള് എഴുതി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമുക്ക് ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോൾ അത് കൊണ്ടുപോകാനായിട്ട് ഒരു കംഫർട്ടബിൾ അതായിരിക്കും. കാരണം അവരും പ്രിഫർ ചെയ്യുന്നത് നമ്മള് എന്താ പറയാ, നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ടാവും. മോണ്ടിസോറി എന്ന് പറയുന്നത് എന്താണ്, മെത്തേഡ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആൽഫബറ്റ് ചാർട്ട് നമുക്ക് എന്ത് ചെയ്യാം? ചാർട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ മാം, അതില്ല ആൽഫബറ്റിക്ക് ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ഒരു ചാർട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമല്ലോ. ഇത് കണ്ടോ, ഈ എ ആൻഡ് ക്യാപിറ്റൽ ലെറ്റർ എയും പിയും, സോറി എ ഉണ്ട്, ഇമേജ് കൊടുത്തിട്ടുണ്ട് ആപ്പിളിന്റെ താഴത്ത്. നമുക്ക് എ പി എൽ ആപ്പിൾ എന്നും കൂടി എഴുതായിരുന്നു അല്ലെ? അങ്ങനെ ചെയ്യാലോ. ചെറിയ കുട്ടികൾ നന്നായിട്ട് ചെയ്യും. നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയയിൽ നിങ്ങൾ ചെയ്തോ കേട്ടോ. സ്പെല്ലിംഗും കൂടി ഉൾപ്പെടണോ മാം? ക്യാപിറ്റൽ ലെറ്ററും ഫുൾ ആപ്പിൾ എന്ന് പറയുമ്പോൾ ആപ്പിളിന്റെ സ്പെല്ലിംഗ് വേണോന്ന് ഉദ്ദേശിച്ച്? അതെടാ, വേറൊരു ഇമേജ് കാണിച്ചിടാം. കണ്ടോ, ചെറുതായിട്ട് മതി. എന്നാലും എ ഒക്കെ നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. എന്താണ്, സ്വന്തം കൈ കൊണ്ട് എഴുതിയാൽ മതി. എയും അതേപോലെ സ്മോൾ ലെറ്റർ എ ഒക്കെ നമ്മൾ എഴുതിയാൽ മതി. അത് കട്ട് ചെയ്ത് ഒട്ടിക്കൊന്നും വേണ്ട. ഇമേജസ് വരയ്ക്കാൻ പറ്റില്ലെങ്കിൽ സ്മോൾ ലെറ്റർ എയും ക്യാപിറ്റൽ ലെറ്റർ എയും ഒക്കെ സാൻഡ് പേപ്പറിൽ കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. സാൻഡ് പേപ്പറിലോ? അത് സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് അല്ലേടാ, അത് വേറെ ഇത് ചാർട്ടില് എഴുതിയാൽ മതി. നമ്മൾ എഴുതിയിട്ട് അതൊന്ന് യൂസ് ചെയ്ത് കുറച്ചുകൂടി ഭംഗി, നിങ്ങൾ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആവുന്ന രീതിയിൽ കൊടുക്കുക. എന്നിട്ട് ഒരു ഇമേജും കൊടുക്കുക, അതിന്റെ സ്പെല്ലിങ്ങും കൊടുക്കുക. സിമ്പിൾ ആയിട്ട് കുട്ടികളെ നമുക്ക് ആൽഫബറ്റ്സ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് ആൽഫബറ്റ്സ് പഠിപ്പിക്കാൻ. ഞാൻ പറഞ്ഞു സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ്, ആൽഫബറ്റ് ചാർട്ട്, പിന്നെ കാർഡ്സ് യൂസ് ചെയ്യാം. ആൽഫബറ്റ്സിന്റെ കാർഡ്സുകൾ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒത്തിരി മെറ്റീരിയൽസ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ജസ്റ്റ് നമ്മൾ ആൽഫബറ്റ് ചാർട്ട് നെക്സ്റ്റ് വീക്കിലേക്ക് എല്ലാവരും പ്രിപ്പയർ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോ നിങ്ങൾ ഈ മെറ്റീരിയൽസ് ഒക്കെ റെക്കോർഡൊക്കെ എഴുതുന്നതിന് മുമ്പായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. റെക്കോർഡ് വന്നു കഴിഞ്ഞാൽ രണ്ടെണ്ണം കംപ്ലീറ്റ് ആയി. ഓക്കെ, എനിക്ക് ജസ്റ്റിസിനാണല്ലോ റെക്കോർഡ് അതിനകത്ത്. ഓക്കേടാ, അപ്പൊ റെക്കോർഡിനൊപ്പം തന്നെ ചെയ്ത് വെക്കും, കുഴപ്പമില്ല, സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഇത് ചെയ്യാട്ടോ എല്ലാവരും. സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഞാനാണ് മാം. ഓക്കേടാ, പറഞ്ഞു. Good morning all. I am Sneha. Today we discussed about child development and growth. And thank you Aparna ma'am, it was very informative. And also thank you Rachel for prayer, Asina for signing, then Sinsi for thought of the day. And I thank each and everyone in this session and also for your well attention. So see you all next class. It's Miss Sneha signing out. Thank you. Thank you all. Thank you ma'am.